വെൽക്കം ബാക്ക് ടു ലേണിനോ. PSC ജൂലൈ മന്തിലെ കലണ്ടർ വന്നിട്ടുണ്ട്. സോ അതിൽ നമ്മുടെ ലെക്ചർ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക്കുകളിലേക്കുള്ള ലെക്ചർ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എക്സാം ജൂലൈയിലാണ് നമുക്ക് വരുന്നത്. ജൂലൈ 15-നാണ് നമുക്ക് എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സിലബസും അവൈലബിൾ ആയിട്ടുണ്ട്. സോ സിലബസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. നോർമലി ലെക്ചർ പോസ്റ്റിലേക്കുള്ള എക്സാംസിനൊക്കെ നമുക്ക് ബേസിക് സബ്ജക്ട്, കോർ സബ്ജക്ട് അങ്ങനെയാണ് വരാറുള്ളത്. പക്ഷെ ഇപ്പോൾ ബേസിക് സബ്ജക്ട് ഇല്ല, കോർ സബ്ജക്ട്സ് മാത്രമായിട്ടാണ് നമ്മൾ ലെക്ചർ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ സിലബസ് വന്നിട്ടുള്ളത്. സോ അത് കംപ്ലീറ്റ് സിലബസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ലെക്ചർ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് 10 മോഡ്യൂൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 10 മോഡ്യൂൾസിനും ഈക്വൽ വെയിറ്റേജ് ആയിട്ട് 10 മാർക്സ് വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. അതിനകത്ത് തന്നെ സബ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് നെർവസ് സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അതിൽ നിന്നൊക്കെയുള്ള ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് മോഡ്യൂൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി വരുന്നത്. സെക്കൻഡ് മോഡ്യൂള് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ ഓരോ ടോപ്പിക്സും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയോ സിഗ്നൽസും കൂടെ നമുക്ക് ആ ഒരു മോഡ്യൂളിൽ വരുന്നുണ്ട്. അഗെയിൻ 10 മാർക്സ് തന്നെയാണ് ഈ മോഡ്യൂളിലും വരുന്നത്. തേർഡ് മോഡ്യൂൾ നമുക്ക് വരുന്നത് അഗെയിൻ 10 മാർക്സ്. അതിൽ ബയോമെറ്റീരിയൽസിൽ വരുന്ന ഓരോ ടോപ്പിക്സും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ബയോ ഫ്ലൂയിഡ് മെക്കാനിക്സ്, flow properties of blood, rheology of blood in microvessels, cardiac mechanics, അങ്ങനെ സബ് ടോപ്പിക്സ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരുപാട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് മോഡ്യൂൾ 3 വന്നിട്ടുള്ളത്. അഗെയിൻ 10 മാർക്സ്. നെക്സ്റ്റ് മോഡ്യൂൾ 4 ആണ്. മോഡ്യൂൾ 4-ല് നമുക്ക് തെറപ്യൂട്ടിക് എക്യുപ്മെന്റ്, കാർഡിയാക് പേസ് മേക്കർ, ഡിഫിബ്രിലേറ്റർ, വെന്റിലേറ്റർ, സർജിക്കൽ ഡയനാമിക് യൂണിറ്റ്, ഡ്രഗ് ഡെലിവറി സിസ്റ്റം, കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത് എന്നുള്ളത്. അതേപോലെ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി, ദെൻ ആൻജിയോഗ്രാഫിക് ടെക്നിക്സ് ഇൻ റേഡിയോളജി, അങ്ങനെ വരുന്നതാണ് നമുക്ക് മോഡ്യൂൾ 4 വരുന്നത്. അഗെയിൻ 10 മാർക്ക്. നെക്സ്റ്റ് മോഡ്യൂൾ 5 വരുന്നത് ഇലക്ട്രോണിക്സിന്റെ ഒരു മോഡ്യൂൾ ആണ് വരുന്നത്. അതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അനലോഗ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റ്സ്, മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ സർക്യൂട്ട്, ഡിജിറ്റൽ ഇന്റർഫേസസ്, ഡിവൈസസ് ഫോർ മെഷർമെന്റ് ആൻഡ് റെക്കോർഡിംഗ്, ദെൻ മൈക്രോ കൺട്രോളർ. അപ്പോൾ ഇലക്ട്രോണിക്സിന്റെ ഒരു മോഡ്യൂൾ ആണ് മോഡ്യൂൾ 5. അഗെയിൻ 10 മാർക്ക്. നെക്സ്റ്റ് നമുക്ക് മോഡ്യൂൾ 6-ലേക്ക് പോയി കഴിഞ്ഞാൽ മോഡ്യൂൾ 6-ല് ആക്റ്റീവ് ആൻഡ് പാസീവ് സെൻസേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ബയോ സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് സെൻസറിൽ ഡിഫറെന്റ് ടൈപ്സിലെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇലക്ട്രോ കെമിക്കൽ ബയോ സെൻസർ, അതേപോലെ ഒപ്റ്റിക്കൽ ഫൈബർ ബേസ്ഡ് സെൻസേഴ്സ്, പിന്നെ ബയോ മെംസ്, അങ്ങനെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ്, ദാറ്റ് മീൻസ് നാനോ ബയോ സെൻസേഴ്സ് വരെയുള്ള എല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സെൻസേഴ്സിന്റെ ഈ ഒരു മോഡ്യൂൾ 6 അഗെയിൻ നമുക്ക് 10 മാർക്സ് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ 7 നമുക്ക് വരുന്നത് അനലിറ്റിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ്, ബയോ കെമിസ്ട്രി എക്യുപ്മെന്റ്, ബയോ ഇലക്ട്രിക് ഡിവൈസസ്, ഇംപിഡൻസ് ടെക്നിക്സ്, അതിൽ ഓഡിയോമീറ്റേഴ്സ്, അങ്ങനെ വരുന്ന ഒരു മോഡ്യൂൾ ആണ്. നമുക്ക് എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന മോഡ്യൂൾ ആണ് മോഡ്യൂൾ 7. അഗെയിൻ 10 മാർക്ക്. മോഡ്യൂൾ 8-ല് വരുന്നത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്സ്. അതിൽ ഓരോ ടെക്നിക്സും സ്പെസിഫൈ ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയൊരു മോഡ്യൂൾ നമുക്ക് മോഡ്യൂൾ 8 ആണ് വരുന്നത്. ബട്ട് സ്റ്റിൽ അതിന് നമുക്ക് 10 മാർക്ക് തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. മോഡ്യൂൾ 9 അഗെയിൻ നമുക്ക് കുറച്ച് സിഗ്നൽസ്, അതേപോലെ തന്നെ സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ബയോമെഡിക്കൽ സിഗ്നൽ ആൻഡ് ഇമേജ് പ്രോസസ്സിംഗ്, അതിൽ ഫസ്റ്റ് വരുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്, അതൊരു ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് ആണ്. അതിന്റെ ബേസിക്സ് ആണ് ഫസ്റ്റ് വരുന്നത്. അതിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നുണ്ട്, പിന്നെ അതേപോലെ തിയറംസ്, സാമ്പിളിംഗ് തിയറം, LTI സിസ്റ്റം, അതെല്ലാം വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിന്റെ ടോപ്പിക്സ് ആയിട്ടുള്ള DFT, FFT, സെറ്റ് ട്രാൻസ്ഫോംസ്, ഡിജിറ്റൽ ഫിൽറ്റേഴ്സ്, ബയോമെഡിക്കൽ സിഗ്നൽ പ്രോസസ്സിംഗ്, അതെല്ലാം വരുന്നതാണ് ഫസ്റ്റ് പാർട്ട്. ദെൻ ഇമേജ് ക്വാളിറ്റി ആൻഡ് ഇൻഫർമേഷൻ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് മെഡിക്കൽ ഇമേജസിനെ കുറിച്ചുള്ള ടോപ്പിക്സ് ആണ് പിന്നെ വരുന്നത്. പിന്നെ ഇമേജ് എൻഹാൻസ്മെന്റ് ആൻഡ് റീസ്റ്റോറേഷൻ, അതും അഗെയിൻ നമുക്ക് ഇമേജ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതിൽ ബൗണ്ടറി ഡിറ്റക്ഷൻ ആൻഡ് ഇമേജ് സെഗ്മെന്റേഷൻ, എഡ്ജ് ഡിറ്റക്ഷൻ, ഇമേജ് സെഗ്മെന്റേഷനിൽ കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആൻഡ് ഇന്റർപോളേഷൻ. അപ്പോൾ ഇമേജ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് അതിനകത്ത് വരുന്നത്. അതിൽ ഇമേജ് ഇന്റർപോളേഷൻ, ഹൈബ്രിഡ് ഇമേജ് എക്സാമിനേഷൻ ടെക്നിക് ആൻഡ് ഡീപ് ലേണിംഗ് മെത്തേഡ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മോഡ്യൂൾ 9 വന്നിരിക്കുന്നത്. അഗെയിൻ 10 മാർക്സ്. And
ആൻഡ് ലാസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ആൻഡ് ഇംപ്ലാന്റ്സ് ആണ് ലാസ്റ്റ് മോഡ്യൂൾ വരുന്നത്. അപ്പൊ അതിൽ വരുന്ന ടെക്നിക്സ് കാര്യങ്ങൾ ഓരോന്നും ആർട്ടിഫിഷ്യൽ സ്കിന്ന് അതേപോലെ തന്നെ അതിൽ ഓരോരോ ടോപ്പിക്സും സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞിട്ട് ദെൻ ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഇൻ ഹെൽത്ത് കെയർ. ദാറ്റ് മീൻസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ ആയിട്ട് നമുക്ക് മോഡ്യൂൾ 10 പറയാം. എഗെയിൻ 10 മാർക്സ്. അപ്പൊ ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ടുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. കാരണം നമ്മൾ സാധാരണ ഒരു പോളിടെക്നിക് ലെക്ചർ നമ്മൾ ബേസിക് സബ്ജക്ട്സും കോർ സബ്ജക്ട്സും ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇതിൽ നമുക്ക് കോർ സബ്ജക്ട് മാത്രമേ വരുന്നുള്ളൂ. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടും എടുക്കാം, കാരണം നമുക്ക് ബേസിക് സബ്ജക്ട്സ് പഠിക്കേണ്ട. പക്ഷേ കോർ സബ്ജക്റ്റിൽ നമുക്ക് എല്ലാ സബ്ജക്ട്സും എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ഇലക്ട്രോണിക്സിലാണെങ്കിൽ തന്നെ നമുക്ക് ഡിജിറ്റലും അനലോഗും സിഗ്നൽസ് ആൻഡ് സിസ്റ്റവും ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗും ഇമേജ് പ്രോസസ്സിംഗും മൈക്രോ കൺട്രോളറും എല്ലാം പഠിക്കാനുണ്ട്. ബയോമെഡിക്കലിലാണെങ്കിലും ഫ്രം ദ ബേസ് അനാട്ടമി ഫിസിയോളജി പിന്നെ എല്ലാ ടെക്നിക്സും ഇൻസ്ട്രുമെന്റ്സും എല്ലാം പഠിക്കാനുണ്ട്. ജൂലൈ 15-നാണ് നമുക്ക് പരീക്ഷ വരുന്നത്. അപ്പൊ നമുക്ക് ഇനി 2 മാസം അല്ലെങ്കിൽ ഒരു 2.5 മാസം ഒക്കെയാണ് നമുക്ക് സമയമുള്ളത്. അപ്പൊ ആ ടൈമിന്റെ ഉള്ളിൽ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ കോഴ്സ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.